കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 12 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ പൗരന്മാർക്കും താമസക്കാർക്കും സർക്കാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് സേവനങ്ങൾ മൈഗവ് ആപ്പിലൂടെ ലഭ്യമായി തുടങ്ങി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ സേവനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഐഡന്റിറ്റി കാർഡുകൾ, പാസ്പോർട്ടുകൾ, ജനന സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ ഔദ്യോഗിക സർക്കാർ രേഖകൾ മൈഗവ് ആപ്പിലൂടെ കാണാൻ സാധിക്കും. സർക്കാർ അറിയിപ്പുകളും മറ്റ് സേവനങ്ങളും ആപ്പിലൂടെ ലഭ്യമാകും. പാസ്പോർട്ട്, റെസിഡൻസി ഡിസ്പ്ലേ സേവനങ്ങൾ ഉൾപ്പെടെ നിരവധി NPRA സേവനങ്ങളും ആപ്പിൽ ലഭ്യമാണ്. ഒന്നിലധികം സർക്കാർ സേവനങ്ങളിലേക്ക് സുരക്ഷിതവും ഏകീകൃതവുമായ ആക്സസ് നൽകുന്ന ഒരു നൂതന ഡിജിറ്റൽ സംരംഭമാണ് മൈഗവ് ആപ്പ്. ഇത് EKey 2.0 സിസ്റ്റവുമായി സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ ഡിജിറ്റൽ അനുഭവം ഉപയോക്താക്കൾക്ക് ലഭിക്കും. ഇൻഫർമേഷൻ ആൻഡ് ഇ-ഗവൺമെന്റ് അതോറിറ്റിയുമായി സഹകരിച്ച് കൂടുതൽ NPRA ഈ സേവനങ്ങൾ മൈഗവിലേക്ക് സംയോജിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ബഹ്റൈനും UAEയും തമ്മിലുള്ള ഇരട്ട നികുതി ഒഴിവാക്കുന്ന നിയമം അംഗീകരിച്ച് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ. ഇതോടെ ഇരു രാജ്യങ്ങളിലെയും വ്യാപാരികൾക്ക് ഒരു വരുമാനത്തിന് 2 തവണ നികുതി ചുമത്തുന്നത് ഇല്ലാതെയാകും. കൂടാതെ നികുതി വെട്ടിപ്പ് നടത്തുന്നതിൽ നിന്നും നികുതി ബാധ്യതകൾ കുറക്കുന്നതിനായി പഴുതുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും നിക്ഷേപകരെ തടയിടാനാകും. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പരസ്പര നികുതി കരാറിനെ കഴിഞ്ഞ ജനുവരിയിൽ പാർലമെന്റും ഫെബ്രുവരിയിൽ ഷൂറ കൗൺസിലും അംഗീകരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഹമ്മദ് രാജാവ് അംഗീകാരം നൽകിയത്. നിയമവുമായി ബന്ധപ്പെട്ട കരാർ 2024 ഫെബ്രുവരി 11 ദുബായിൽ നടന്ന ചടങ്ങിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ബഹ്റൈനിലും UAEയിലും ബിസിനസ് ചെയ്യുന്നവർ ഏതെങ്കിലും ഒരു രാജ്യത്ത് നികുതി അടച്ചാൽ മതിയാകും. 1200 ബഹ്റൈനി കമ്പനികളിലെ നിക്ഷേപമടക്കം പ്രതിവർഷം $1 ബില്യൺ കയറ്റുമതി, ഇറക്കുമതി ഉൾപ്പെടെ UAE $2 ബില്യൺ നിക്ഷേപമാണ് ബഹ്റൈനിൽ നടത്തുന്നത്. സമസ്ത ബഹ്റൈൻ മനാമ ഏരിയ വർഷം തോറും നടത്തിവരാറുള്ള ഇഫ്താർ സംഗമം ഈ വർഷവും വിപുലമായ രീതിയിൽ നടന്നുവരുന്നു. ദിനം പ്രതി 600ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഇഫ്താർ സദസ്സ് മനാമ സൂഖിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാർക്ക് ഉപകാരപ്രദമാണ്. സമസ്ത ബഹ്റൈൻ കേന്ദ്ര ആസ്ഥാനമായ മനാമ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസയിൽ വെച്ച് നടക്കുന്ന നോമ്പുതുറയ്ക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ഇഫ്താർ വിരുന്നിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ, രാജു കല്ലമ്പുറം, സുബൈർ കണ്ണൂർ, അസീൽ അബ്ദുറഹ്മാൻ, പ്രദീപ് പുറവങ്കര, നിസാർ, റഫീഖ് അബ്ദുള്ള, അബ്രഹാം ജോൺ, റംഷാദ്, KT സലീം, MMS ഇബ്രാഹിം, സലാം മമ്പാട്ടുമൂല, സൈനൽ, റിയാസ്, അൻവർ കണ്ണൂർ തുടങ്ങി ബഹ്റൈനിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. എല്ലാ ദിവസവും കൃത്യം 5-ന് ഖുർആൻ പാരായണത്തോടുകൂടി ആരംഭിക്കുന്ന നോമ്പുതുറ സംഗമത്തിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ പൂക്കോയ തങ്ങൾ സന്ദേശത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി വരുന്നു. സമസ്ത ബഹ്റൈൻ വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞഹമ്മദ് ഹാജി, സെക്രട്ടറി SM അബ്ദുൽ വാഹിദ്, ഹാഫിൽ ഷറഫുദ്ദീൻ മൗലവി, ഫാസിൽ വാഫി, സമസ്ത ബഹ്റൈൻ മനാമ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ, SKSSF ബഹ്റൈൻ വിഖായ പ്രവർത്തകർ തുടങ്ങിയവരാണ് ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകുന്നത്. ബഹ്റൈൻ തിരൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ KCA ഹാളിൽ വച്ച് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ബഹ്റൈനിലെ ജീവകാരുണ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. അഷ്റഫ് കുന്നത്ത് പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ഉബൈദ് ദാരിമി ഉദ്ഘാടനവും റമളാൻ സന്ദേശ പ്രഭാഷണവും നിർവഹിച്ചു. കൂട്ടായ്മയുടെ രക്ഷാധികാരികളായ ഷമീർ, വാഹിദ് ബിയാത്തിൽ, അഷ്റഫ് പൂക്കയിൽ എന്നിവർ ആശംസകൾ നേർന്നു. സെക്രട്ടറി P മുജീബ് റഹ്മാൻ സ്വാഗതവും അനൂപ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. ഇബ്രാഹിം പാറപ്പുറം, റമീസ്, ഇസ്മായിൽ, മമ്മുക്കുട്ടി, സതീശൻ, ഇബ്രാഹിം, താജുദ്ദീൻ, ശ്രീനിവാസൻ, മുസ്തഫ അക്ബർ, റിയാസുദ്ദീൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ, 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന VR1 കൂട്ടായ്മയുടെ കുടുംബസംഗമവും നോമ്പുതുറയും ഹൂറയിലെ ചാരിറ്റി ഹാളിൽ നടന്നു. 100-ൽ പരം അംഗങ്ങൾ പങ്കെടുത്ത നോമ്പുതുറയ്ക്ക് ഷിഹാബ് കറുകപ്പുത്തൂർ റമദാൻ സന്ദേശം നൽകി. അഡ്മിന്മാരായ ഇസ്മായിൽ ദുബൈപ്പടി, അഫ്സൽ അബ്ദുള്ള, ഇസ്മയിൽ തിരൂർ, അഷ്റഫ് തൃശൂർ എന്നിവരും കമ്മിറ്റി അംഗങ്ങളായ അരുൺ, ഷഫീൽ യൂസഫ്, റാഫി തൃശൂർ, നാസർ ഹലീമാസ്, ഹഫ്സർ ആബിദ് താനൂർ എന്നിവർ നേതൃത്വം നൽകി. വട്ടപ്പലിശക്കാർക്കെതിരെ ബഹ്റൈൻ ഭരണകൂടവും ഇന്ത്യൻ എംബസിയും സ്വീകരിക്കുന്ന നടപടികൾക്കൊപ്പം നാട്ടിലും നടപടികൾ സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പലിശവിരുദ്ധ ജനകീയ സമിതി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLAക്ക് നിവേദനം നൽകി. പലിശവിരുദ്ധ സമിതി ചെയർമാൻ ജമാൽ ഇരിങ്ങലിനോടൊപ്പം സെക്രട്ടറി ദിജീഷ്, ജനറൽ കൺവീനർ യോഗാനന്ദ്, വൈസ് ചെയർമാൻമാരായ നാസർ മഞ്ചേരി, അഷ്കർ പൂഴിത്തല, ബദറുദ്ദീൻ പൂവാർ, മനോജ് വടകര, ഉപദേശക സമിതി അംഗം ബിനു കുന്നന്താനം, രാജു കല്ലുംപുറം, റംഷാദ് അയലക്കാട്, ലത്തീഫ് ആയഞ്ചേരി എന്നിവരും പങ്കെടുത്തു. കൊല്ലം സ്വദേശിനി ബഹ്റൈനിൽ നിര്യാതയായി. കൊല്ലം മുഖത്തലയിൽ തോമസ് ജോണിന്റെ പത്നി റോസമ്മ തോമസാണ് ഹൃദയാഘാതം കാരണം കിംസ് ഹോസ്പിറ്റലിൽ വച്ച് നിര്യാതയായത്. 67 വയസ്സായിരുന്നു പ്രായം. മാർച്ച് 14 വെള്ളിയാഴ്ച മുഖത്തല സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെച്ച് ഖബറടക്കം നടക്കും. മകൾ സിജി തോമസ്, മരുമകൻ പോൾ AT, കൊച്ചുമക്കൾ എന്നിവരോടൊപ്പം ബഹ്റൈനിൽ താമസിച്ചു വരികയായിരുന്നു.